പൂർണ്ണമായ വർക്കിങ്ങിലേക്ക് ഒരു വീട് കെട്ടാൻ ലക്ഷോപലക്ഷം രൂപ ചെലവ് വരുന്നെങ്കിൽ ഒരു ചെലവുമില്ലാത്ത 5 മിനിറ്റ് പോലും വേണ്ടാത്ത സ്കൂളിലേക്ക് വേണ്ടി പോകുമ്പോ മുഖം വൃത്തിയാക്കാറുണ്ട്, കണ്ണാടിയുടെ മുമ്പിൽ പല പ്രാവശ്യം തലമാറാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മള്, നമ്മുടെ വസ്ത്രം ശുദ്ധീകരിക്കുന്ന നമ്മള്, വൃത്തിയായി നടക്കുന്ന നമ്മള്, എല്ലാ നിലക്കും മെച്ചപ്പെടുന്ന നമ്മള്, പ്രിയപ്പെട്ടവരെ, ഒരു 10 മിനിറ്റ് കൊണ്ട്, ഒരു 5 മിനിറ്റ് കൊണ്ട്, 3 മിനിറ്റ് കൊണ്ട് 10 കുൽഹുവല്ലാഹു ഓതിയാൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കിട്ടുന്നതാണ്. 20 കുൽഹുവല്ലാഹു ഓതിയാൽ 2 കൊട്ടാരം, 30 കുൽഹുവല്ലാഹു ഓതിയാൽ 3 കൊട്ടാരം. ഉമർ തങ്ങൾ ചോദിച്ചു, നബിയെ, സഹാബാക്കൾ കേട്ടാൽ അപ്പടി ചെയ്യുന്നവരാ, അവർ വാള് ഉപദേശം സിദ്ധിക്കുന്നവരാ, വാള് പെട്ടെന്ന് കേട്ട് ചെയ്യുന്നവരാ. നമ്മളെ പോലെയല്ല. മതപ്രഭാഷണം 10 ദിവസം 10 പ്രമുഖരായ പണ്ഡിതന്മാരുടെ മതവാള്. അങ്ങനെ മതവാളുടെ മതവാളിന്റെ സദസ്സില് പങ്കെടുത്തപ്പോൾ അവിടുന്ന് ഉസ്താദ് വാള് പറയുന്നു, 10 ദിവസങ്ങളിൽ 10 വിഷയങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ 10 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ആരാ 10 വിഷയങ്ങളെ മനസ്സിലാക്കുന്നത്, ആരാ കൃത്യമായി ചെയ്യുന്നത്, ആരാ ജീവിതത്തിൽ പകർത്തുന്നത്? ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നിങ്ങളോട് നല്ല നസീഹത്ത് പറയുമ്പോൾ ആ നസീഹത്ത് സ്വീകരിക്കുന്നവരാരാണ്? പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. വാളിങ്ങനെ കേൾക്കുന്നു, പ്രവർത്തിക്കുന്നില്ല. സഹാബാക്കൾ വാള് കേട്ടാൽ അവർ മത്സരിക്കുകയാണ്. റസൂലുള്ള ഏതെങ്കിലും ഒന്നിന്റെ മഹത്വം പറഞ്ഞാൽ ആ മഹത്വം കേട്ടാൽ സഹാബാക്കൾ മത്സരിക്കുകയാണ്. ഞാൻ ഒന്നാമൻ എന്ന വാശിയോട് അവിടുത്തെ സഹാബാക്കൾ മത്സരിക്കുന്നുവെങ്കിലോ ഇന്നത്തെ കാലത്ത് ഞാനിങ്ങനെ കേൾക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു, വാട്സപ്പിലൂടെ ഒരുപാട് ക്ലാസുകൾ കേൾക്കുന്നു, ഒരുപാട് ദീനീ ദഅവത്ത് രംഗത്ത് മുന്നേറുന്നു. പക്ഷേ വാളങ്ങ് കേട്ടിട്ട് നന്നാകുന്ന പരിപാടി അത് നമുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കാലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ കേട്ടോ, ഈ വാള് കേട്ടിട്ട് ഞാൻ നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ മുഅ്മിനാണ്, അല്ലാഹനെ ഭയപ്പെടുന്നവരാണ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അവർ വാള് കേൾക്കും, ഉപദേശം സിദ്ധിക്കും, എന്തെങ്കിലും ഒരു കാര്യം പകർത്തണമെന്ന് ചിന്തിക്കാറുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര വാള് കേട്ടിട്ട് നന്നാവുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായിട്ടില്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിൽ ഇങ്ങനെ കൊട്ടാരം ഇങ്ങനെ കിട്ടൂന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങളുടെ ആശങ്ക, അള്ളാഹു ഇങ്ങനെ കൊട്ടാരം ഉണ്ടാക്കിയാല് സഹാബാക്കള് ആ വാല് ഇങ്ങനെ കേട്ടിട്ട് ഒരുപാട് കുല്ലു അള്ളാഹു ഓതിയാല് ഒരു സഹാബി 10, ഒരു സഹാബി 20, ഒരു സഹാബി 30, ഒരു സഹാബി 50, ഒരു സഹാബി 100 കുല്ലു അള്ളാഹു അത് ഓതിയാൽ അങ്ങനെ അവർ ഓതിയിട്ട് ഒരുപാട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുമല്ലോ നബി എന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാനായ നബി തങ്ങളെന്ന് പറയാ, അല്ലയോ ഉമറേ, അതിനെ ഭയപ്പെടേണ്ട, അള്ളാഹുവിനിക്ക് സിമ്പിളാണ്. അള്ളാഹു ഒരു കൊട്ടാരം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അത് വളരെ എളുപ്പമാണ്. ആ വിഷയത്തിൽ നീ ഭയപ്പെടേണ്ട ഉമറേ എന്ന് നബി തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 കുൽഹു അല്ലാഹു അത് ഓതേണ്ട ഒരു മുഅ്മിനും ഉണ്ടാകരുത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കൊട്ടാരങ്ങൾ കിട്ടിയിട്ട് ആഖിറമാകുന്ന വീട്ടിൽ ഏറ്റവും നല്ല ടോപ്പ് വീട്, ഏറ്റവും നല്ല വാഹനം, സിറാത്ത് പാലം വിട്ട് കിടക്കാനുള്ള നല്ല വാഹനം ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും നന്മയായ പ്രവർത്തനങ്ങള് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ജീവിതം സമർപ്പിച്ചാലോ മുൻഗാമികളായ മഹാന്മാരെ പോലെ അവർക്ക് കിട്ടിയ പദവിയില്ലേ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ആ പദവിയോട് കൂടെ നാളെ സ്വർഗീയ ലോകത്ത് പോകണോ? സഹാബാക്കളുടെ പവറാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. എന്താ മോനെ അതിന്റെ ഡിഗ്രി? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു 1-1.5 ഡിഗ്രിയാണ്. ഒരാൾ ഡിഗ്രി പഠിച്ചാൽ, PG പഠിച്ചാൽ, ഡോക്ടറേറ്റ് വാങ്ങിയാൽ, അല്ലെങ്കിൽ ഡോക്ടറായാൽ, എഞ്ചിനീയറായാൽ, ഏത് മേഖലയിലും തിളങ്ങിയാലും ഒരു പക്ഷേ ദുനിയാവിൽ മരിച്ചാൽ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു, ഖബറിലേക്ക് ഉപകരിക്കില്ല. കണ്ടില്ലേ 4-5 വർഷം മുമ്പ്
മുമ്പ് 7-8 എഞ്ചിനീയർമാർ കോളേജിൽ നിന്ന് ബിരുദം വാങ്ങിയിട്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് ഉല്ലാസയാത്ര നടത്തുന്നു. തിരിച്ചു വരുന്നത് മയ്യത്താകിട്ട അവർ പഠിച്ച എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് കബറിൽ വെക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, കബറിൽ വെക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ കേട്ടോ, ഏറ്റവും വലിയ ഡിഗ്രി അത് സ്വഹാബത്തിനുള്ള ഡിഗ്രിയാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹ് സ്വഹാബാക്കളെ പൊരുത്തപ്പെട്ടു, സഹാബാക്കൾ അള്ളാഹിനെ പൊരുത്തപ്പെട്ടു. അപ്പൊ അള്ളയും സഹാബാക്കളും പരസ്പരം പൊരുത്തപ്പെട്ടാണ്. അത് ഏറ്റവും വലിയ ഡിഗ്രിയാ, ഏറ്റവും വലിയ ഡിഗ്രിയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഡിഗ്രി നമുക്ക് വേണ്ടേ? ആ ഡിഗ്രി വേണ്ടേ? ആ ഡിഗ്രി നമുക്ക് വേണ്ടേ? ആ ഡിഗ്രി നേടാനുള്ള വഴി എന്താ? റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ്, നബി തങ്ങളെ സ്നേഹിക്കലാണ്. സ്വഹാബാക്കൾ നേരിട്ട് നബി തങ്ങളെ കണ്ടിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോ, അള്ളാന്റെ റസൂലിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഞങ്ങളെ ഉസ്താദുമാരെ പറയുന്നത് കേട്ടിട്ടേയുള്ളൂ. നമ്മുടെ ഉസ്താദുമാരെ വേറെ പറയുമ്പോ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുമ്പോ നമ്മൾ കേട്ട് പഠിച്ചു. അപ്പൊ നബി തങ്ങളെ കാണാതെ, നബി തങ്ങളെ കേൾക്കാതെ, നബി തങ്ങളുടെ ശബ്ദം കേൾക്കാതെ സഹാബാക്കൾ പഠിപ്പിച്ച് തബീങ്ങൾ, തബഉ താബീങ്ങൾ അവരിങ്ങനെ പഠിപ്പിച്ച് കൈമാറിയ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം നമ്മുടെ കയ്യിലേക്ക് അങ്ങ് വന്നപ്പോൾ അത് അനുസരിച്ചവർ നബി തങ്ങളെ ആരെങ്കിലും കണ്ടിട്ടില്ല. എന്നിട്ട് നബി തങ്ങളെ അനുസരിക്കുന്നവർ, നബി തങ്ങളെ അനുസരിക്കുന്നവർ അപ്പോൾ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന ഡിഗ്രി വാങ്ങാൻ നമ്മൾ വലിയ കോളേജ് പഠിക്കണമെന്നില്ല, എഞ്ചിനീയർ വേണ്ട, ഡോക്ടർ വേണ്ട, അങ്ങനെയുള്ള വിദ്യാഭ്യാസം നേടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളാരും റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹിനെ കാണാതെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഈമാന് പവർ കൂടുകയാ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. നിങ്ങളെ സഹാബാക്കള് എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിൽക്കാലത്ത് വരാൻ പോകുന്ന ഒരു ടീമുണ്ട്, അവർ എന്നെ കണ്ടിട്ടില്ല. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അവർ എന്നെ കണ്ടിട്ടില്ല, പക്ഷേ അവർ എന്നെ അനുസരിക്കുകയാ. അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതർ. അപ്പൊ അള്ളാഹു സഹാബാക്കളെ പൊരുത്തപ്പെട്ടു, സഹാബാക്കൾ അള്ളാഹിനെ പൊരുത്തപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളും അള്ളാഹിനെ പൊരുത്തപ്പെടണം. അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെയായാൽ നമ്മളെ അള്ളാഹു താല പൊരുത്തപ്പെടുമെന്ന് തീർച്ചയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന ഡിഗ്രി വാങ്ങാതെ എന്റെ ഉമ്മമാർ, എന്റെ ചെറുപ്പക്കാർ, എന്റെ എല്ലാ ദീനീ സ്നേഹികളും അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ആമുഖമായി നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി മുതലുള്ള ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട റളിയല്ലാഹു അൻഹും റളിയല്ലാഹു അൻഹും വറളൂ അൻഹു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ ഡിഗ്രി, ഏറ്റവും വലിയ ഡിഗ്രി, ആ ഡിഗ്രി വാങ്ങാൻ അത് ഉസ്താദുമാരും സാധാരണക്കാരും പെണ്ണുങ്ങളും ഉമ്മമാരും സഹോദരിമാരും ഒരുപോലെ കൈയോർത്ത് നിന്നിട്ട് ആ റസൂലുള്ളാഹിക്ക് കിട്ടിയ പദവി, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾക്ക് കിട്ടിയ പദവി, മഹാന്മാർക്ക് കിട്ടിയ പദവി, ആ പദവിയിലൂടെ നമുക്ക് ഏറ്റവും വലിയ ഡിഗ്രി, ആ ഡിഗ്രി നേടാൻ അതിനുള്ള വഴികളാണ് നിങ്ങളോട് പറയുന്നത്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പ്രഭാഷകൻ സംസാരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും മറന്നു പോകരുത്. നമ്മുടെ ഡിഗ്രി ഏതാ? റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. ആ ഡിഗ്രി കിട്ടാത്ത ഒരു ഉപ്പയും ഉണ്ടാകരുത്, ഒരു ഉമ്മയും ഉണ്ടാകരുത്, ഒരു കുട്ടികളും ഉണ്ടാകരുത്, ഒരു ഉസ്താദുമാരും ഉണ്ടാകരുത്, ഒരു മുതാലിമും ഉണ്ടാകരുത്. എല്ലാവരും ഒരുപോലെ ആ ഡിഗ്രി നേടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രവർത്തിക്കണേ, നല്ലതുപോലെ ജീവിക്കണേ. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. അങ്ങനെ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടിയാൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുമെന്ന് ഉറപ്പാണ്. അള്ളാഹിന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ ഡിഗ്രി പഠിച്ചിട്ടില്ലെങ്കിലും, പ്ലസ് ടു പാസ്സാകിട്ടില്ലെങ്കിലും, SLC എഴുതിയിട്ടില്ലെങ്കിലും, വലിയ വലിയ ബിരുദാനന്തര ബിരുദം നേടിയിട്ടില്ലെങ്കിലും അവർ വിജയിച്ചു കഴിഞ്ഞു. ഈ വിനീതൻ സൈദിയാണ്, ഉസ്താദ് സത്താഫിയാണ്, ഒരുപാട് ആളുകൾ ഫൈസിയാണ്, മറ്റൊരാൾ ഒരുപാട് ആളുകൾ
ബിരുദധാരികളാണ്. അങ്ങനെ പല ബിരുദധാരികളും ഉണ്ടെങ്കിലോ പ്രിയപ്പെട്ടവര്, ഈ ബിരുദധാരികളെല്ലാം കബറിൽ വെച്ചാണ് പിന്നെ അവിടെ വേണ്ട ബിരുദം അത് റളിയല്ലാഹു അൻഹും വറളു അൻഹാട്. ആ ബിരുദം നേടാൻ എന്റെ ചെറുപ്പക്കാരും കുട്ടികളും ഒത്തൊരുമയോടെ ജീവിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇൻഷാ അല്ലാഹ്